ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് FC ഗോവയോട് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ അവസാനിച്ചിട്ടുണ്ട്. അതായത് ഇനി പ്ലേ ഓഫ് സാധ്യതകൾ ഇല്ല എന്നർത്ഥം. കുറച്ച് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ മത്സരങ്ങൾക്ക് ഇനി വലിയ പ്രാധാന്യം ഒന്നുമില്ല. ഇന്നലത്തെ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെയാണ് അഡ്രിയാൻ ലൂണയെ വിമർശനങ്ങൾക്ക് ഇരയാക്കുന്നത്. പക്ഷേ അഡ്രിയാൻ ലൂണ പ്രതീക്ഷിച്ച പോലെ തിളങ്ങിയിട്ടില്ല. ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പൂർണ്ണമായും നമുക്ക് ലൂണയെ പഴിചാരാൻ കഴിയില്ല. അദ്ദേഹം തന്നാലാവും വിധം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ലൂണയുടെ ഇന്നലത്തെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. ആകെ 52 ടച്ചുകൾ, അതുപോലെ തന്നെ 41 പാസുകൾക്ക് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു. സക്സസ്ഫുൾ പാസുകൾ 36, അക്യുറേറ്റ് പാസസിന്റെ ശതമാനം വരുന്നത് 81 ആണ്. 3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ലൂണക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബിഗ് ചാൻസ് ലൂണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ തേർഡിലേക്ക് 5 പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. 2 ഇന്റർസെപ്ഷനുകൾ, അതുപോലെ തന്നെ 4 റിക്കവറികൾ. ഒരു തവണയാണ് അദ്ദേഹം ഡിസ്പോസഡ് ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് ലൂണയുടെ കണക്കുകൾ വരുന്നത്. അതായത് പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും തന്നാൽ കഴിയുന്ന വിധം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നത് ഈ ഒരു കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. പക്ഷേ ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും നേടാൻ ലൂണക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിപ്പോൾ ലൂണയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടീമിന്റെ പ്രകടനം ഇന്നലെ മോശമായിരുന്നു. ഏതായാലും ഈ ഒരു തോൽവിയിൽ ലൂണയെ മാത്രം പഴി ചാരുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ടീമിനകത്ത് വലിയ അഴിച്ചുപണികൾ ആവശ്യമാണ് എന്നത് ഈ ഒരു മത്സരത്തിലൂടെ വ്യക്തമായിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.